എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ മാന്ത്രിക നോവൽ നാഗമുഖി തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. തിരികെ വീട്ടിലെത്തിയതും പഞ്ചമി തൻ്റെ മുറിയിൽ കടന്ന് വാതിലടച്ചു. കാത്തു കാറിൽ വച്ച് ഇത്രയും നേരം മകളെ ഉപദേശിക്കുകയായിരുന്നു. മോളെ, അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചല്ല നിന്നെ ഡോക്ടർ സത്യന്റെ അരികിൽ കൊണ്ടുപോയത്. പഞ്ചമി മിണ്ടിയില്ല. അമ്മയുടെ നേരെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവർ തുടരുകയായിരുന്നു. അവിവാഹിതയായ നീ ഗർഭിണിയാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അമ്മയുടെ മകള് തന്നെ എന്ന് പറഞ്ഞവർ ചിരിക്കുകയേ ഉള്ളൂ. അമ്മ ഇങ്ങനെ ആയിപ്പോയി. ഇനി ഈ അഴുക്കുചാലിൽ നിന്നും അമ്മയ്ക്ക് മോചനമില്ല. നീയെങ്കിലും എന്നെപ്പോലെ ആകരുതെന്ന് ഞാൻ വിചാരിച്ചത് തെറ്റാണോ? എന്നിട്ടും നീ വേണ്ട. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. സംഭവിച്ച തെറ്റ് ആരും അറിയാതെ കഴുകിക്കളയണം. അല്ലെങ്കിൽ പുതിയ തലമുറയുടെ കാത്തു നീയാണ്. അപ്പോഴും പഞ്ചമിക്കൊന്നും പറയാനില്ലായിരുന്നു. മനസ്സിൽ ഭാവിയെക്കുറിച്ചുള്ള മോഹനമായ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത അവൾ എന്തു പറയാൻ? കിടക്കയിൽ കമിഴ്ന്നു കിടക്കുമ്പോഴും അവളുടെ മനസ്സു നിറയെ കഴിഞ്ഞുപോയ രാത്രിയുടെ ഭീകര ദൃശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ മൂർഖൻ, ഇരുളിൽ തിളങ്ങുന്ന അതിൻ്റെ ചുവന്ന കണ്ണുകൾ. 1-2 ദിവസങ്ങൾ കൂടി പിന്നിട്ടു. കാത്തു മകളുടെ മുറിയിലെത്തി. പഞ്ചമി അധികമൊന്നും പുറത്തിറങ്ങാതെ കഴിയുകയായിരുന്നു. മോളെ, അവൾ തല ഉയർത്തി. അമ്മ ഒരു കൂട്ടം പറയുകയാണ്, മോള് അനുസരിക്കണം. അപ്പോഴേ പഞ്ചമിക്ക് കാര്യം ബോധ്യമായി. പേടിക്കണ്ട, ഇത്തവണ ഒരു ലേഡി ഡോക്ടറാണ്. അവര് ഇവിടെ വരും. ഇവിടെ വച്ച് തന്നെ. ബാക്കി കേൾക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല പഞ്ചമിക്ക്. അവൾ വെട്ടിത്തിരിഞ്ഞ് അമ്മയെ രൂക്ഷമായി നോക്കി. വേണ്ട, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് വളർത്തും. അതിന് ഈ സമൂഹം എന്ത് വില കൽപ്പിക്കുന്നു എന്നൊന്നും എനിക്കറിയണ്ട. നടുങ്ങിപ്പോയി കാത്തു. ഇവൾക്കെന്താ ചെകുത്താൻ കൂടിയിരിക്കുന്നു ഈ ഭ്രാന്തു പറയാൻ? മോളെ, നീ പറയുന്നത് സുബോധത്തോടു കൂടി തന്നെയാണോ? അതെ. അവൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കുവാനില്ല. കാത്തുവിനെ വിയർക്കാൻ തുടങ്ങി. ഡോക്ടർ സത്യന്റെ വീട്ടിൽ വെച്ച് അവൾക്ക് ആ ഭാവമാറ്റം ഉണ്ടായതിനു ശേഷം കാത്തുവിനും മകളെ ഒരുതരം പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും പറയാതെ അവൾ എണീറ്റുപോയി. മാത്രമല്ല, അപ്പോൾ ആ മനസ്സിൽ ചില കുടിലതന്ത്രങ്ങൾ രൂപം കൊള്ളുകയാണെന്ന് പഞ്ചമി അറിഞ്ഞില്ല. അന്നു തന്നെ കാത്തു സഞ്ചരിച്ചിരുന്ന കാർ ഡോക്ടർ സത്യന്റെ വീടിന് മുന്നിലെത്തി. നേരത്തെ ഫോൺ ചെയ്ത് വിവരമറിയിച്ചിരുന്നതിനാൽ സത്യൻ കാത്തിരിക്കുകയായിരുന്നു. ഇരുവരും എത്തിച്ചേർന്നത് ഡോക്ടറുടെ ബെഡ്റൂമിലാണ്. സത്യന്റെ കണ്ണുകളിൽ അസാമാന്യമായൊരു തിളക്കമുണ്ടായി. പഞ്ചമി എന്തു പറഞ്ഞു? ഓ, യാതൊരു തരത്തിലും അവൾ അടുക്കുന്നില്ല. അവൾ ആ പിശാചിന്റെ സന്തതിയെ പ്രസവിച്ച് വളർത്താൻ പോവുകയാണെന്ന്. എത്തുന്നത് ലേഡി ഡോക്ടറാണെന്ന് പറഞ്ഞില്ലേ? ഉവ്വ്. എന്നിട്ടും അവൾ സമ്മതിക്കുന്നില്ല. സത്യന്റെ നെറ്റി ചുളിഞ്ഞു. എങ്കിലിനി മറ്റൊന്നും ആലോചിക്കാനില്ല. കാത്തുവിന്റെ കണ്ണുകൾ ഡോക്ടറുടെ മുഖത്ത് തറഞ്ഞു നിന്നു. സ്വരം താഴ്ത്തി അയാൾ അവളോട് ആ രഹസ്യം പറഞ്ഞു. കുഴപ്പമാകുമോ ഡോക്ടർ? എവിടെ? എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവൾ എന്ത് ചെയ്യാൻ? മകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഏത് രൂപത്തിൽ ഇല്ലാതെയാക്കുന്നതിനും കാത്തു ഒരുക്കമായിരുന്നു. ശരി ഡോക്ടർ, എങ്കിൽ ഞാൻ പിന്നെ വരാം. കാത്തു എണീറ്റു. അങ്ങനെ അങ്ങ് പോയാലോ? അയാൾ അവളുടെ കൈ കവർന്നു. ഒരുപാട് നാളായല്ലോ നമ്മളൊന്നു കൂടിയിട്ട്. കാത്തുവിൻ്റെ മുഖത്ത് പരിഭവം. ഈ പകലാണോ? അതാണ് എനിക്കിഷ്ടം. പറഞ്ഞതും അയാൾ അവളെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചിട്ട് കഴിഞ്ഞു. പ്രായം ഇത്രയുമായിട്ടും കാത്തുവിൻ്റെ ശരീരത്തിന് യാതൊരു ഉടവും സംഭവിച്ചിട്ടില്ലെന്നും അവൾ കിടപ്പറയിലെ കുതിരയാണെന്നും സത്യൻ അറിയുകയായിരുന്നു. സന്ധ്യ. ഇരുളിൻ്റെ കരങ്ങൾ അരിച്ചിറങ്ങി വന്നു. ഗ്രാമത്തിനുമേൽ അത് ആധിപത്യം സ്ഥാപിക്കുകയാണ്. കാത്തു ഉമ്മറത്തിരുന്ന് തൻ്റെ വേലക്കാരിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അതനുസരിച്ചാണ് അവൾ ഒരു ഗ്ലാസ് ചായയുമായി പഞ്ചമിയുടെ മുറിയിലെത്തിയത്. അപ്പോൾ അവൾ ജനാലയ്ക്കൽ നിന്ന് പുറത്തെ ഇരുളിലേക്ക് തുറിച്ചു നോക്കിയിരിക്കുകയായിരുന്നു. പിന്നിൽ പാദപതന ശബ്ദം കേട്ടപ്പോൾ പഞ്ചമി തിരിഞ്ഞു. ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം നിറയുന്നത് വേലക്കാരി കണ്ടു.
ചായ അവിടെ വച്ചേക്കൂ. ചായ ടീപ്പോയിൽ വെച്ചിട്ട് ലീലാമ്മ പിൻവാങ്ങി. പഞ്ചമി സാവധാനം വന്ന് ചായ എടുത്തു. ചുണ്ടോടടുപ്പിച്ചതേയുള്ളൂ. ഒരു പാമ്പിന്റെ സീൽക്കാരം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. ഗ്ലാസ് പിടിവിട്ടു. പക്ഷേ അവിടെ എങ്ങും പാമ്പുണ്ടായിരുന്നില്ല. തൻ്റെ തോന്നലായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ പാമ്പിന്റെ രൂപം തൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇതിന് കാരണമെന്ന് അവൾക്ക് തോന്നി. തൊട്ടടുത്ത മുറിയിൽ അപ്പോൾ കാത്തുവിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമരുകയായിരുന്നു. യാദൃച്ഛികമെന്ന ഭാവത്തിൽ മകൾ ഗ്ലാസ് തറയിലിട്ട് പൊട്ടിക്കുന്നത് പോലെയാണ് കാത്തുവിന് തോന്നിയത്. അതോ ഇനി തങ്ങളുടെ നാടകം ഇവൾ മണത്തറിഞ്ഞുവോ? എന്തായാലും ഈ പ്രശ്നം ഇങ്ങനെ വിടുവാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. ഒരു തവണ കൂടി ഡോക്ടർ സത്യന്റെ ഫോൺ ശബ്ദിച്ചു. തങ്ങളുടെ പദ്ധതി പൊളിഞ്ഞുവെന്നറിഞ്ഞപ്പോൾ സത്യന് പ്രയാസം തോന്നിയെങ്കിലും ഉടനെ അയാൾ പുതിയ തന്ത്രം മെനഞ്ഞു. കാത്തു റിസീവർ വച്ച്. രാത്രി 9 മണി. അന്ന് പതിവിന് വിപരീതമായി കാത്തുവിന് വിരുന്നുകാർ ആരും ഉണ്ടായിരുന്നില്ല. അമ്മയും മകളും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അവസാനം വേലക്കാരി 2 ഗ്ലാസുകളിലായി പായസം കൊണ്ടുവച്ചു. പഞ്ചമിക്ക് എന്നും ഇഷ്ടപ്പെട്ട ഒന്നാണ് പായസം. അവൾ അത് കഴിച്ചു. കാത്തുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. തങ്ങൾ വിജയിച്ചതറിഞ്ഞ് കാത്തുവും സാവധാനം പായസം കഴിച്ചു. പഞ്ചമി എണീറ്റ് കൈ കഴുകി. കാത്തു വേലക്കാരിയെ കണ്ണു കാണിച്ചു. പഞ്ചമി വീഴുകയാണെങ്കിൽ ഉടനെ താങ്ങിക്കൊള്ളണം എന്ന്. വേലക്കാരി ലീലാമ്മ അതനുസരിച്ച് പഞ്ചമിക്ക് സംശയം തോന്നാത്ത തരത്തിൽ അവളുടെ പിന്നിലേക്ക് മാറി. പക്ഷേ യാതൊന്നും സംഭവിക്കാത്തതുപോലെ പഞ്ചമി തൻ്റെ മുറിയിലേക്ക് നടന്നു പോയപ്പോൾ ലീലമ്മ അന്താളിച്ചു. പെട്ടെന്ന് പിന്നിലൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ലീലമ്മ കണ്ടത് ആഹാരം കഴിച്ച പാത്രത്തിലേക്ക് തന്നെ മുഖമമർത്തി ബോധമില്ലാതെ കിടക്കുന്ന കാത്തുവിനെയാണ്. നേരം പുലർന്നു. ലീലമ്മയുടെ മുഖമടച്ചൊരടിയായിരുന്നു കാത്തു. നീ എന്താടി വിവരം കെട്ടവളെ ഇന്നലെ കാണിച്ചത്? അടിയേറ്റ കവിളിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദിക്കാൻ കഴിയാതെ തന്നെ നിൽക്കുകയായിരുന്നു ലീലമ്മ. നിന്നെയൊക്കെ ഒരു കാര്യമേൽപ്പിക്കുന്ന എന്നെ പറഞ്ഞാ മതി. കാത്തു അസ്വസ്ഥയായി. ലീലമ്മ പതിയെ സംസാരിച്ചു. ഞാൻ മരുന്നിട്ട ഗ്ലാസ് തന്നെയാണ് പഞ്ചമിക്ക് കൊടുത്തത്. പിന്നെ എങ്ങനാടി ഞാൻ ബോധം കെട്ട് വീണത്? അവൾക്കാണെങ്കിൽ യാതൊന്നും സംഭവിച്ചിട്ടുമില്ല. കൊച്ചമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. അതേ ഗ്ലാസ്സിൽ തന്നെ പഞ്ചമിക്ക് കൊടുത്തു. 2 പേർക്കും 2 തരത്തിലുള്ള ഗ്ലാസുമായിരുന്നു. അക്കാര്യത്തിൽ കാത്തുവിന് സംശയമൊന്നുമില്ല. പായസം കൊണ്ടുവന്ന് വച്ചപ്പോഴേ താൻ അത് ശ്രദ്ധിച്ചതുമാണ്. ലീലമ്മ തുടർന്നു. പഞ്ചമിക്കുള്ള ഗ്ലാസ് പായസം നിറച്ച് ഞാൻ അലമാരയിൽ വച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് എടുത്തുകൊണ്ടുവന്നതും. ലീലമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കാത്തുവിനും സംശയമായി. ഇത് പിന്നെ എങ്ങനെ സംഭവിച്ചു? ലീലമ്മയെ യാതൊരു തരത്തിലും അവിശ്വസിക്കേണ്ട കാര്യമില്ല. എത്രയോ സംഗതികൾ അവൾ വളരെ ഭംഗിയായി തനിക്ക് വേണ്ടി ചെയ്തു തീർത്തിട്ടുള്ളതുമാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ ലീലമ്മ ചിന്തിച്ചതും ഈ ഒരു കാര്യം തന്നെയായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ആ, നീ പൊയ്ക്കൊള്ളൂ. കാത്തുവിൻ്റെ നിർദ്ദേശം കിട്ടിയ ഉടനെ ലീലമ്മ അടുക്കളയിലേക്ക് പോന്നു. പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ വ്യാപൃതയായി. കുറെ കഴിഞ്ഞ് എന്തിനോ അവൾ അലമാര തുറന്നപ്പോൾ അറിയാതെ ഒരു ശബ്ദം ലീലമ്മയുടെ കണ്ടത്തിൽ നിന്നുയർന്നു. പിന്നെ ചേതന നഷ്ടമായവളെപ്പോലെ അലമാരയിലേക്ക് തന്നെ തുറച്ചു നോക്കി നിന്നു. കണ്ണുകൾ തന്നെ വഞ്ചിക്കുകയാണോ? അതോ താൻ സ്വപ്നലോകത്തോ? കഴിഞ്ഞ രാത്രിയിൽ പഞ്ചമിക്ക് കൊടുക്കാൻ വേണ്ടി താൻ മയക്കുമരുന്ന് ചേർത്ത് വെച്ച പായസം അവിടെ ഇരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ആരോ നടന്നു വരുന്നത് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് അലമാര അടച്ചു. കാത്തുവായിരുന്നു. ഭക്ഷണമായില്ലേ? ആയി കൊച്ചമ്മേ. കാത്തു കാപ്പി കൂടി കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയപ്പോൾ ലീലമ്മ വേഗം ആരും കാണാതെ പായസം വടക്കുപുറത്തേക്ക് കളഞ്ഞിട്ട് ഗ്ലാസ് കഴുകിക്കൊണ്ടുവച്ചു. എന്നാൽ 2 ചെറിയ കണ്ണുകൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ചുവന്ന കണ്ണുകൾ. കാഞ്ഞിരത്തിന് ചുവട്ടിൽ രുദ്രൻ തിരുമേനി ഒരു പൂജയ്ക്കുള്ള കോപ്പ് കൂട്ടുകയായിരുന്നു. ഭവത്രാതനും അച്ഛനെ സഹായിക്കുന്നുണ്ട്. 7 നിലവിളക്കുകളിൽ 7 തിരികൾ വീതം തെളിഞ്ഞു. രുദ്രൻ തിരുമേനി ഹോമകുണ്ടത്തിന് മുന്നിൽ ചമ്മറം പടിഞ്ഞിരിക്കുമ്പോൾ ഭവത്രാതൻ ഇല്ലത്തേക്ക് നടന്നു. അതാണ് പതിവ്. ഇനി അവിടെ തൻ്റെ ആവശ്യമില്ലെന്ന് ഭവത്രാതൻ അറിയാം. അച്ഛൻ്റെ പൂജാകർമ്മങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇനി രാത്രിയുടെ നാഴികകൾ കുറെ പിന്നിടേണ്ടി വരും. അതാണല്ലോ പതിവും. പോരെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയുമാണ്. അച്ഛൻ ഇത്തരം ദിവസങ്ങളിലാണ് കഠിനമായ കർമ്മങ്ങൾ ചെയ്യുന്നത്.
രുദ്രൻ തിരുമേനിയുടെ മനസ്സിൽ അപ്പോൾ ഒരേ ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത ഗ്രാമത്തിലെ പേരുകേട്ട മനയിലെ ഒരു അന്തർജനത്തിന്റെ മുഖം. ഒരു ചാത്തൻ ഉപദ്രവം ഇല്ലാതെയാക്കുവാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം അവിടെ പോയത്. രാത്രിയിൽ പൂജ നടത്താൻ വേണ്ട തയ്യാറെടുപ്പുകൾക്ക് നിർദ്ദേശം കൊടുത്ത ശേഷം തൊട്ടടുത്ത കള്ളുഷാപ്പിലേക്ക് പോയിട്ട് മടങ്ങി വരികയായിരുന്നു അയാൾ. ഇല്ലത്തിന് പിന്നിലുള്ള ഇടവഴിയിലൂടെ വന്നാൽ പകുതി ദൂരം ലാഭിക്കാം എന്നറിയാമായിരുന്നു. ഇരുൾ വീണ് കിടക്കുന്ന ഭാഗത്തുകൂടി ചിരപരിചിതനെ പോലെയാണ് ഇല്ലത്തിന് പിൻഭാഗത്തെത്തിയത്. വടക്കുഭാഗത്തെ വേലിയോട് ചേർന്ന് ഇല്ലത്തിന് മുന്നിലേക്ക് നടക്കുമ്പോൾ ഒരു വെളിച്ചത്തിന്റെ നാളം കണ്ണുകളിൽ ഉടക്കി. കിണറിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള മറപ്പുരയായിരുന്നു അത്. അതിനുള്ളിൽ ഒരു മണ്ണെണ്ണ വിളക്ക് മുനിഞ്ഞു കത്തുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഓലപ്പഴുതിലൂടെ കുളിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സ്ത്രീയുടെ രൂപം കണ്ടു. അറിയാതെ കാലുകൾ അവിടേക്ക് നീളുകയായിരുന്നു. ഓലപ്പഴുതിലൂടെ അകത്തേക്കൊന്നേ നോക്കിയുള്ളൂ. തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വന്ന ആശ്ചര്യസൂചകമായ ശബ്ദം കുളിക്കുന്ന ആൾ കേൾക്കാതിരിക്കാൻ പാടുപെട്ടു. എന്തൊരു സൗന്ദര്യമായിരുന്നു ആ പെൺകുട്ടിക്ക്! ഏറിയാൽ 15 വയസ്സ് വരും. ഗോതമ്പ് മണിയുടെ നിറമുള്ള ശരീരം. നഗ്നത മറയ്ക്കുവാൻ അവൾ ആകെ ചെയ്തിരിക്കുന്നത് അരയിൽ ചുറ്റിയിരിക്കുന്ന ഒരു തുവർത്തു മാത്രമായിരുന്നു. രുദ്രന്റെ രക്തത്തിന് ചൂട് പിടിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ മറപ്പുരയ്ക്കുള്ളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു അയാൾ. പെൺകുട്ടിയുടെ നിലവിളി കേട്ടാണ് ഇല്ലത്തെ പുരുഷന്മാർ ഓടിക്കൂടിയത്. ആരാണ് ആദ്യം ശരീരത്തിൽ കൈവച്ചതെന്നറിയില്ല. ഒരു വിധത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അപ്പോഴേ മനസ്സിൽ ചില കടുത്ത തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. ഇനിയൊരു രാത്രിയുണ്ടെങ്കിൽ ആ പെണ്ണ് രുദ്രനെ അനുസരിക്കും. അതെ, അതിനുള്ള പൂജയാണ് നടക്കുന്നത്. രുദ്രന്റെ ചുണ്ടുകളിൽ 1,00,000 തവണ മന്ത്രാക്ഷരങ്ങൾ പിറന്നു. തന്റെ ഉപാസനാമൂർത്തിയുടെ സാമീപ്യം അയാൾക്ക് അനുഭവപ്പെട്ടു. രുദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി കളിയാടി. അയാൾ മന്ത്രം മുറിക്കാതെ തന്നെ തറയിൽ നിന്നും ഒരു ദർഭയിലയെടുത്തു. ഇരു കൈകളിലുമായി അത് അഗ്നിക്കു നേരെ നീട്ടിപ്പിടിച്ചു. കണ്ണുകൾ പാതിയടഞ്ഞു. ചില മാത്രകൾ. ദർഭയുടെ സ്ഥാനത്ത് ഒരു ഘോര പാമ്പ്. അയാൾ അതിനെ തറയിൽ വിട്ടു. അസ്ത്രത്തിന്റെ വേഗതയിൽ പാമ്പ് പാഞ്ഞു കഴിഞ്ഞിരുന്നു. രുദ്രൻ കണ്ണുകൾ തുറന്നു. വെള്ളിച്ചലത്തിൽ നിന്നും തളിർവെറ്റിലയെടുത്തു. അതിൽ മഷി തേച്ച് പിടിപ്പിച്ചു. യാതൊരു ധൃതിയും അയാൾക്കില്ലായിരുന്നു. മഷിവെറ്റിലയിൽ രുദ്രൻ കണ്ടു ഉറങ്ങിക്കിടക്കുന്ന സുന്ദരി. ഇല്ലവളപ്പിലെത്തിക്കഴിഞ്ഞിരിക്കുന്ന പാമ്പ്. അയാൾ നോക്കിയിരിക്കെ പാമ്പ് ഒരു പഴുതിലൂടെ ഇല്ലത്തിനുള്ളിലേക്ക് ഇഴഞ്ഞു കയറി. രുദ്രൻ തന്റെ ഉപാസനാമൂർത്തിയെ ഒരിക്കൽ കൂടി വണങ്ങി. അയ്യോ! ആരുടെയോ നിലവിളി കേട്ടാണ് വെള്ളോട്ടുമനയിലുള്ളവർ ഉണർന്നത്. എവിടെ നിന്നാണ് നിലവിളി കേട്ടതെന്നറിയാതെ ഓരോരുത്തരും ഇരുളിൽ തുറിച്ചു നോക്കി. അപ്പോൾ വീണ്ടും കേട്ടു ആ നിലവിളി. ഓരോരുത്തരും പിടഞ്ഞെണീറ്റു. ഇത്തവണ എവിടെ നിന്നാണ് നിലവിളി കേൾക്കുന്നതെന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. താത്രിക്കുട്ടിയുടെ മുറിയിൽ നിന്നാണ്. ഓരോരുത്തരും അവിടേക്കോടി. ഇല്ലത്ത് ലൈറ്റുകൾ തെളിഞ്ഞു. വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ലൈറ്റ് തെളിച്ചവർ സ്തംഭിച്ചു നിന്നു. കട്ടിലിൽ കിടന്ന് പിടയുകയാണ് താത്രി. അവളുടെ അരികിൽ ഒരു പാമ്പ്. മറ്റുള്ളവരെ കണ്ടതും അത് യാതൊരു ധൃതിയും കൂടാതെ ജനാലയുടെ വിടവിലൂടെ പുറത്തേക്ക് പോയി. താത്രിക്കുട്ടിയുടെ കണങ്കാലിൽ നിന്നും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ ചലനം നിലയ്ക്കുകയാണെന്നും മറ്റുള്ളവർ അറിഞ്ഞു. എന്റെ മോളെ എന്നൊരു അലർച്ചയോടെ ദേവകി അന്തർജനം പിന്നോട്ട് വീണു. കുഞ്ഞൻ തിരുമേനിയുടെ കണ്ണുകൾ 2 അരുവികളായി. അദ്ദേഹം ആൺമക്കളെ നോക്കി. തടിമിടുക്കുള്ള 4 ആൺമക്കളാണ്. ഒരു കാറ് വിളിച്ചോണ്ട് വാടാ. ഏറ്റവും ഇളയവൻ വിജയൻ പുറത്തേക്കോടി. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.